അപ്പോൾ നമ്മുടെ ഗംഗു ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൈൻക്രാഫ്റ്റ് ഇതാണുള്ള മൈൻക്രാഫ്റ്റ് തേർഡ് പാർട്ടാണ്. ഈ തേർഡ് പാർട്ട് നമ്മൾ ഇടാൻ വിചാരിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് റെഡി ആവാത്തതിനാൽ ഞാനത് ഒഴിവാക്കി. നമ്മൾ സ്റ്റോറേജ് എല്ലാം കൂടിയിട്ടുണ്ട്. പിന്നെ തേർഡ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡിലീറ്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ട് ഇട്ടപ്പോൾ ശരിയായില്ല, ഇത് അപ്ലോഡ് ആയില്ല. അന്നേരം ഞാൻ മറന്നുപോയി അത് ഓണാക്കി. അതോടെ ആ തേർഡ് പാർട്ട് പോയി കിട്ടി. നമ്മൾ കുറേ കട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എനിക്ക് സ്ക്രീനിൽ കൂടി കട്ടാക്കാൻ ഓടാ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ അടിപൊളി. എൻ്റെ ആർമറിനൊന്നും എന്താ ഗ്ലിച്ചാ? ആർമറിനൊന്നും ഒരു കുഴപ്പമില്ല. മച്ചു ഞാൻ പോയി. മച്ചു എൻ്റെ കയ്യിൽ ആർമറില്ല. മച്ചു നല്ലോണം ബ്ലോക്ക് വേണം. അടിപൊളി. ഇത്രയും ബ്ലോക്ക് ഉണ്ട്. ഇത്ര 5 ബ്ലോക്ക്. ഇതുണ്ട് കുറച്ച്, ഇതുണ്ട് അത്ര കൊണ്ട് ആനയിലൂടെ അടിപൊളി. ഓക്കെ, ഓക്കെ കേരാ. ഒരൊറ്റ ബുക്ക് കുഴപ്പമൊന്നും കുറേ ഡാറ്റും എൻ്റെ ഉള്ളിൽ എന്തേലും ഒട്ടിയാൽ തന്നെ കുറേ ഉണ്ട്. ഡബിൾ ആർന്നെല്ലാം ഉണ്ടാക്കാം. പിന്നെ ബോ ഉണ്ടാക്കണേനു, പക്ഷെ അതിന് നമുക്ക് ചിലന്തിനാണ്. അതിന് ഗുഹ വേണം. നമ്മളിതെല്ലാം കൊണ്ട് കുറച്ചൊക്കെ കണ്ട് പ്രോവാകും. എങ്ങനെയാണെന്നല്ല. അന്നേരം നമുക്ക് പ്രോവാണേൽ നല്ല പണിയാണ്. പ്രോവാണെങ്കിൽ നമുക്ക് ധൈര്യം വേണം. ധൈര്യത്തിൽ നമ്മൾ ആ ഗുഹേനെ വിളിക്കാറുണ്ട്. നല്ല പ്രോവാണെന്ന് പറഞ്ഞു. നമ്മളെ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ വയ്യ. അതോടെ ഓക്കെ, വേറെ
ഇല്ല, നമ്മളതിലൊരു പിക്ചാക്സ് ഇല്ല. അടിപൊളി. ഫുഡുണ്ട്. ഓക്കെ, ഓക്കെ മൈൻഡ് ചെയ്യാം. ഇനി ഇത് റെഡിയായി. ഓക്കെ, 4-5 ബീഫ് റെഡിയായി. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായി. മൈൻഡ് ചെയ്യാം. ഓക്കെ, 22, 34, 35, 10, 45, 9, 54 ഇത് കിട്ടും. എൻ്റെ ചേച്ചി ഷോർട്ട് ഇടാൻ പോവാണ്. ചേച്ചീൻ്റെ സന്തോഷം കാണാൻ വയ്യല്ലോ. ഇതുവരെ 5 GB ആണ് എൻ്റെ സ്റ്റോറേജ് ബേസ്. ഞാൻ പിന്നെ കൂട്ടി കൊണ്ടുവന്നു. ഷഫല്, ഗ്രാവൽ എല്ലാം ഉണ്ട്. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടല്ലോ. പക്ഷേ ലാവയാണ് നമുക്ക് മെയിൻ ആവശ്യം പോകുന്നുണ്ട്. ലാവയും ഒരു ലാവ ബക്കറ്റ് യൂസ് ചെയ്ത് കുറേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാടെ പോയിട്ട് എന്ത് ചെയ്യാൻ മൈൻഡ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷേ മൈൻഡ് ചെയ്യാൻ അവിടെ നിന്ന് ഗോൾഡ് കിട്ടും. ഗോൾഡ് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ചില പന്നികളുടെ അടക്ക് വീടരും. പന്നികൾ അടക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരുമളെ പിന്നെ അടിച്ചാളി. നല്ല ആവട്ടെ. ഞാൻ അപ്പത്തേക്കൊരു ഗുഹ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് പോകുന്നതാണ് ശ്രദ്ധിക്കണം. ലൈറ്റ് ആവശ്യം. ഈ സാധനം കുറവാണ്. 14 എണ്ണം പോരാ. അയ്യോ, സ്ഥലം മറപ്പില്ല. അതവിടെ ഓക്കെ. സെറ്റ്. നമ്മൾ കുറച്ച് കോൾ ആവശ്യമാണ്. കാരണം നമ്മൾ ഗുഹേൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയാവും. നമുക്ക് കിടന്നുറങ്ങാൻ ഗുഹേൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ആവശ്യത്തിന് ബ്ലോക്കെല്ലാം ആവശ്യമാണ്. ഓക്കെ, സോറി. Okay, nice. തുടങ്ങി ഒരുപാട് കാരണങ്ങൾ പറയും. എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും എന്തുകൊണ്ടാണ് ഫ്രീസ് ആകുന്നതെന്ന്? എങ്കിൽ അത് ഞാൻ പറയാം. അതും സബ്സ്ക്രൈബേഴ്സ് കുറവാണെന്ന് മനസ്സിലാവുന്നവരോ പറയാം. ഞാൻ ഈ ചാനലിൽ ഒരു ഷോർട്സ് ഇട്ടാ അതിനാദ്യം കിട്ടുന്ന 100 പേര് ടെസ്റ്റ് വ്യൂവേഴ്സ് ആണ്. അതായത് പല ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയൻസിന് എന്റെ ഷോർട്സ് കാണിച്ച് അവരിൽ ആരൊക്കെ ആ ഷോർട്സ് കാണുന്നതെന്ന് നോക്കും. ശേഷം കൂടുതൽ കാണുന്ന ഓഡിയൻസ് ഏതാണോ അവർക്ക് സിമിലർ
എന്റെ ഷോർട്സ് റെക്കമെൻഡ് ചെയ്യും. ഇതാണ് ചെക്ക് പോയിന്റ് 1. ഇവിടെ ഓഡിയൻസ് റിട്ടൻഷൻ, വ്യൂവർഡ് സ്വൈപ്ഡ് റേഷ്യോ, വാച്ച് ടൈം എന്നിവ നോക്കത്തില്ല. അതൊന്നും തന്നെ നോക്കാതാണ് 0 നിന്ന് 100 വരെ ഇംപ്രഷൻ കൊടുക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ആ ഷോർട്സിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയാണ്. എന്നാൽ പോയിന്റ് 1 നിന്ന് പോയിന്റ് 2 പോകുമ്പം സ്വൈപ്പ് റേറ്റിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും ബാക്കി രണ്ടെണ്ണം നോക്കുന്നില്ല. അതായത് 100 നിന്ന് 1000 വരുമ്പം വ്യൂവർഡ് സ്വൈപ്ഡ് റേഷ്യോ കൂടി നിൽക്കണം. എങ്കിലേ 1000 വ്യൂസിലെത്തും. ഇനി 1000 എത്തുന്നതിന് മുമ്പ് ഈ സാധനം കുറഞ്ഞ എന്ത് പറ്റും? 100 നിന്ന് 1000 പോകുമ്പം ഈ സാധനം കുറഞ്ഞ ആ ഷോർട്സ് പിന്നെ ചെക്ക് പോയിന്റ് 2 എത്തില്ല. അതായത് ഇത് കുറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വ്യൂസ് ഉണ്ടോ അത്രയും മാത്രം നിങ്ങൾക്ക് തൽക്കാലം കിട്ടും. ഈ ഷോർട്സിന് 410 വ്യൂസ് ആയപ്പോൾ ഇത് കുറയാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് ഉറങ്ങിക്കഴിച്ച് പോയി അടിപൊളി. ഇങ്ങനെ ഇല്ല, ഞാൻ നേരത്തെ എന്തിനെ കൊണ്ട് മെയിൻ ചെയ്ത് ഇതിനെക്കൊണ്ട് ഞാൻ ഗെയിം ഉറപ്പിച്ചെന്നതിൽ ഒരു ഡൗട്ട്. ഞാനത് LPG കാണിച്ചു തരാം. ഇതെടുക്കുക. കണ്ടാ, ഇതിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കോൾ നമുക്ക് എക്സ്പെക്റ്റ് കുറേ ആവശ്യമുണ്ടാവും. തിന്ന് നോക്കണം. കാരണം നമ്മുടെ ഹാർട്ട് ലെവലൊക്കെ ആണെങ്കിൽ ആഗ്രഹമുള്ള പലതും പറ്റും. സോറി, ഇത് LPG ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അത് വരുന്നവരെ അതിൻ്റെ മുന്നിൽ ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊന്നും പറ്റില്ല. ആർമർ കുറേശ്ശം നോക്കും. ഞാൻ പോയതാണ്. പോവാത്ത ഗുഹ ഇവിടെ ഇടില്ല. നമുക്ക് നല്ലൊരു സ്ഥലത്ത് പോവാം. നല്ല ആർമറെല്ലാം സെറ്റാണ്. പക്ഷെ ആവശ്യം വരുന്നത് മീറ്റാണ്. കൊല്ലടാ. നമുക്ക് 10 കിട്ടി. റെഡി, അമിതമായി. ഇത് ഫാം തുടങ്ങണം, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ആടെ ഒരു ഗുഹയാണ്. അങ്ങ് ദൂരെ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്നല്ലാവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്കും. ആവശ്യം ഒരു ഷീപ്പുണ്ട്. ഹായ് ഷീപ്പ് എല്ലാം പട്ടിട്ട് പോവാം. ഇത്രയല്ലേ.
ഓക്കെ 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 ഇതല്ല ആവശ്യം വരും ഷുഗറാണ്. പക്ഷേ ഇതിലാവശ്യമുള്ള സാധനം നമുക്ക് മാറ്റി കളയണം. ഇതെന്തിനാണ് അത് കളഞ്ഞാലേ പോട്ടെ. പുസ്തകം ഉണ്ടാക്കാൻ സഹായിക്കും. പുസ്തകം ഉണ്ടാക്കുന്ന എൻജോയ്മെൻറ്റ് പുസ്തകം ഉണ്ടാക്കാം. ഞാൻ പേപ്പറെല്ലാം കൊടുത്ത് മറ്റേ വില്ലേജ് ഒന്നില്ല മയക്കി കളിയാം. നമുക്ക് അങ്ങനെ ചെയ്യാം. ഒരു ഗുഹ കാണുന്നുണ്ട്. വീട്ടിലത് ഗുഹയാ. ഓടേ ടോർച്ച് കയ്യിലുണ്ട്. എന്താ പടച്ചോനെ ഞാൻ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഭയന്നു പോയി. നാളെ കൊണ്ടായി തരണേ ഇല്ലേ? നീ ഉണ്ടായി തരണേ. 7:15 നമ്മൾ കാടെത്തണം. നമ്മൾ 7 മണി എനിക്കൊന്ന് പോകണം. ഓക്കെ, നമ്മുടെ പയ്യെല്ലാം ഉള്ളിൽ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് നോക്കാം. സ്റ്റിച്ച് ഓക്കെ ഓക്കെ ഓക്കെ. അടിപൊളി. ആവശ്യമായത് അതാണെന്ന് വിളിച്ചോട്ടെ. നമുക്കിതാണ് വേണ്ടത്. വാവ്, നല്ല നന്നായി. അമ്മലൊക്കെ ഇനി അത് എവിടെ ഇടും? സാധനം കഴിച്ചാൽ ബോ ഉണ്ടാക്കണം. ബോ 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 ബോ. ബ്രെഡ് നോക്കാം. അടിപൊളി. അടിപൊളി. നൈസ് എൻഡിങ്, നൈസ് എൻഡിങ്. എൻ്റെ മുട്ടായി കിട്ടിയിരിക്കല ഗായത്രി. ഗായത്രി കടപ്പാണ്ടി മുട്ടായി കിട്ടിയിരിക്കണ കിട്ടിക്ക. എപ്പോ ഏതോ ഒരു വീഡിയോ എവിടുന്നു എനക്കറിഞ്ഞൂട. ഞാനിട്ട് നമ്മൾ ഇതൊന്ന് ചെയ്യട്ടെ. ഇല്ല, നമ്മളതിൽ എത്ര ഇതുണ്ടെന്ന് ഞാൻ നോക്കിയില്ലല്ലോ.
54 ആ ഞാൻ മറന്നു നേരത്തെ പറഞ്ഞതായിരുന്നു. കൂടാണ്ടായി നമുക്ക് കുഴിച്ച് അടിയിലേക്ക് പോകും. ഇവിടെ ഇങ്ങനെ മനസ്സിലുണ്ടോ? വലിയ ഗുഹ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതാവശ്യമാണ്. അന്നേരം ഇത് ഫുള്ള് എടുക്കണം. അടിപൊളി, നല്ല വലിയ ഗുഹയാണല്ലോ. ചില സ്ഥലത്ത് എത്തിപ്പോകുന്നുണ്ടോ എന്ന് ഡൗട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ തോന്നുന്നുണ്ടോ? പത്ത് ഫുള്ളായി. നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഇത് ഈ സാധനം ഞങ്ങൾക്ക് എത്രയോ കിട്ടി മടുത്തതാണ്. ഡയമണ്ട് തേടി പോവാ എന്താണ് പരിപാടി? എനക്കും വേർപ്പൊടിയുന്നു. അപ്പോൾ തേർഡ് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. ബൈ.